വൈറലാവേണ്ടത് ലഹരിയല്ല, ജീവിതമാണ്. സാമൂഹികവും മാനുഷികവുമായ വികസന സൂചികകളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസം, സാക്ഷരത, ആരോഗ്യം, ജീവിത നിലവാരം എന്നിവയിലെല്ലാം ഒന്നാം സ്ഥാനത്താണ് കേരളം. അതുപോലെ തന്നെ ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളവും. കേരളത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവും സാമൂഹികവുമായ പശ്ചാത്തലത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിശബ്ദവും എന്നാൽ വിനാശകരവുമായ ഒരു പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ലോകത്ത് യുവതലമുറയെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ലൈക്കുകളും ഷെയറുകളും നേടി ശ്രദ്ധ നേടാൻ ആളുകൾ മത്സരിക്കുന്ന കാലമാണ്. വൈറലാകുക എന്നത് ഇന്ന് പലരുടെയും സ്വപ്നമാണ്. ഒരു വീഡിയോ, ഒരു ചിത്രം, ഒരു ആശയം, അങ്ങനെ എന്തും പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത് നാം നിത്യേന കാണുന്നുണ്ട്. എന്നാൽ എന്ത് വൈറലാകണം എന്നതിനെക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ? ലഹരി യുവതലമുറയെ കാർന്നു തിന്നുമ്പോൾ വൈറലാകേണ്ടത് ജീവിതം തന്നെയാണെന്ന് നാം തിരിച്ചറിയണം. ലഹരിയുടെ പിന്നാലെ പോകുമ്പോൾ ഒരു വ്യക്തിക്ക് നഷ്ടമാകുന്നത് സ്വന്തം ആരോഗ്യം മാത്രമല്ല, കുടുംബ ബന്ധങ്ങളും സ്വപ്നങ്ങളും ഭാവിയും എല്ലാമാണ്. യഥാർത്ഥത്തിൽ വൈറലാകേണ്ടത് ലഹരിയുടെ ഇരുണ്ട ലോകമല്ല, മറിച്ച് ഓരോരുത്തരുടെയും പ്രതിഭ, കഠിനാധ്വാനം, നേട്ടങ്ങൾ, നല്ല ചിന്തകൾ, ആരോഗ്യകരമായ ജീവിത രീതികൾ എന്നിവയാണ്. യുവത്വം ഉണരേണ്ടത് ലഹരിയുടെ മയക്കത്തിലേക്കല്ല, മറിച്ച് തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുവാനും സമൂഹത്തിൽ നല്ല മാതൃകകളായി മാറാനുമാണ്. കാരണം ലഹരി നൽകുന്നത് വെറുമൊരു മിഥ്യാബോധമാണ്. എന്നാൽ ജീവിതം നൽകുന്നത് യഥാർത്ഥമായ വിജയങ്ങളും സന്തോഷവുമാണ്. ലഹരി ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പൂർണ്ണമായും തകർക്കുന്നു. തുടക്കത്തിൽ കൗതുകമായോ കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ടോ പഠന ജോലി സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാനോ ഒക്കെയായി ലഹരി ഉപയോഗം തുടങ്ങുന്നവർ പിന്നീട് അതിൻ്റെ അടിമകളായി മാറുന്നു. കേരളത്തിലെ യുവജനങ്ങളിൽ ലഹരിയുടെ ഉപയോഗം ഗുരുതരമായ സാമൂഹിക പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്കൂൾ കുട്ടികൾ മുതൽ കോളേജ് വിദ്യാർത്ഥിനികൾ വരെ ഈ വിപത്തിൽ അകപ്പെടുന്നു. ഒരിക്കൽ ലഹരിയുടെ ലോകത്തേക്ക് പ്രവേശിച്ചാൽ അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് എളുപ്പമല്ല. സമീപകാലത്ത് പ്രാദേശിക NGOകളും ലഹരി വിമുക്ത കേന്ദ്രങ്ങളും നടത്തിയ സർവേകൾ പ്രകാരം കേരളത്തിൽ 15 മുതൽ 30 വയസ്സിനിടയിലുള്ള യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കഞ്ചാവ്, സിന്തറ്റിക് മയക്കുമരുന്നുകൾ, പലതരം മിഠായികളുടെ രൂപത്തിലുള്ള ലഹരി വസ്തുക്കൾ എന്നിവയെല്ലാം സ്കൂൾ കോമ്പൗണ്ടുകളിലും കോളേജ് ക്യാമ്പസുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. കേരള എക്സൈസ് വകുപ്പിൻ്റെ റിപ്പോർട്ടുകളും യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന NGOകളും ഈ ആശങ്കാജനകമായ പ്രവണത സ്ഥിരീകരിക്കുന്നു. പുറത്തറിയുന്ന കണക്കുകൾ ആശങ്കാജനകമാണെങ്കിലും അവ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. ഓരോ കണക്കുകൾക്ക് പിന്നിലും വഴിതെറ്റിയ ജീവിതവും വേദനിക്കുന്ന കുടുംബവും തകർന്ന സ്വപ്നങ്ങളും ഉണ്ട്. 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി പങ്കുവച്ചത് ഇപ്രകാരമാണ്: കോളേജിൽ കൂട്ടുകാരുടെ അംഗീകാരം നേടുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അത് ശനിയാഴ്ചകളിൽ മാത്രം എന്നതിൽ നിന്ന് പിന്നീട് ദിവസേനയുള്ള ശീലമായി മാറി. ഇത് കിട്ടാതെ വരുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. എൻ്റെ പഠനത്തിലുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടു. എൻ്റെ കുടുംബത്തിന് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ സമയത്ത് എന്നെ ചേർത്ത് നിർത്തിയ അമ്മയുടെയും അപ്പയുടെയും പിന്തുണയാണ് പുതിയൊരു ജീവിതം എനിക്ക് തിരികെ നൽകിയത്. ഇത് ഇന്ന് പല കോളേജുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സമപ്രായക്കാരുടെ സമ്മർദ്ദം, സമൂഹത്തിൽ സ്വീകാര്യനാകാനുള്ള ആഗ്രഹം, മാധ്യമങ്ങളിലെ ലഹരിയുടെ മഹത്വവൽക്കരണം, ലഹരി ഉപയോഗത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള അജ്ഞത എന്നിവ പലപ്പോഴും യുവാക്കളെ ലഹരിയിലേക്ക് ആകർഷിക്കുന്നു. ലഹരിക്ക് അടിമകളായവർക്ക് പലപ്പോഴും ജീവിതത്തിൽ ലക്ഷ്യമോ പ്രതീക്ഷയോ ഇല്ലാത്ത അവസ്ഥയാണ്. കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയും വൈകാരികമായ ഒറ്റപ്പെടലും നിരാശയും അവരെ കൂടുതൽ ലഹരിയിലേക്ക് നയിക്കുന്നു. ലഹരി ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നശിപ്പിക്കുക മാത്രമല്ല,
പഠനത്തെയും സാമൂഹിക ബന്ധങ്ങളെയും തകർക്കുകയും സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കുകയും കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ലഹരി വിമുക്തമായ ഒരു ജീവിതം നയിക്കുവാൻ സുഹൃത്തുക്കളും കുടുംബവും നൽകുന്ന പിന്തുണ വളരെ പ്രധാനമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ശരീരം ദൈവത്തിന് വിശുദ്ധമാണ് എന്നാണ്. പ്രാർത്ഥന, ധ്യാനം, ബൈബിൾ വായന എന്നിവയിലൂടെ ആത്മീയമായി വളരുന്നത് ലഹരിയിൽ നിന്ന് മോചനം നേടാൻ നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്തുക, പഠനത്തിൽ ശ്രദ്ധിക്കുക, പുതിയ ഹോബികൾ കണ്ടെത്തുക, സാമൂഹ്യ സേവനങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം ലഭിക്കുകയും ലഹരിയെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാതാവുകയും ചെയ്യും. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഹരിയിലേക്ക് വഴുതി വീഴാതെ നോക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ലഹരി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും മലിനമാക്കുന്നു. നാം ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ഈ ആലയത്തെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ലഹരിയുടെ ചങ്ങലകളിൽ നിന്ന് മോചിതരായി ക്രിസ്തുവിൽ പൂർണ്ണതയും പുതിയ ജീവിതം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും ആത്മാവുള്ള യുവജനങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ ശക്തി. ലഹരിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പൂർണ്ണവും ലക്ഷ്യബോധമുള്ളതുമായ ഒരു ജീവിതം നയിക്കുവാൻ ഓരോ യുവജനങ്ങൾക്കും കഴിയണം. നിങ്ങളുടെ ജീവിതം ലഹരിയല്ല, മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ഒരു മാതൃകയാവണം. അതിലൂടെ വൈറലാവേണ്ടത് ലഹരിയല്ല, ജീവിതമാണ് എന്ന സന്ദേശവാഹകരായി മാറാൻ നമുക്ക് സാധിക്കണം.